ആ പള്ളിയിൽ പോകുന്നല്ല വേറെ ഒന്നുമില്ല പാപ്പ. ആ മാർട്ടിൻ ഫ്രീ ആണോ എന്ന് ചോദിക്കട്ടെ. മാർട്ടിൻ ഈ സൺഡേ ഫ്രീ ആണോ എന്ന് ചോദിച്ചു പാപ്പ വീട്ടിലോട്ട് ചെല്ലേ. ആ സൺഡേ പരിപാടിയൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ പോയേക്കാം. ആഹാ ഇതെന്നാ രണ്ടാം കല്യാണമെന്ന് പറഞ്ഞ ബഹുമാനമൊന്നും വേണ്ടേ? ഒന്നില്ലെങ്കിലും ഈ ചേട്ടാന്ന് വിളിക്കണം, അല്ലെ ഇച്ചായെന്ന് വിളിക്കണം, അല്ലെങ്കിൽ പോട്ടെ ഇച്ചൂസേന്നെങ്കിലും വിളിച്ചാ പോരെ. പപ്പ ഞാൻ പിന്നെ വിളിക്കാവേ. അമ്മേ എപ്പോഴും രണ്ടാം കല്യാണം എന്ന് പറയണ്ട, ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ. അതിനായിട്ടായി ചേട്ടായുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ലേ അമ്മച്ചി ഇങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാ അച്ഛൻ പറഞ്ഞു? അല്ല നിങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചേ ഇപ്പം മറ്റവക്കെ മാസാവസാനം 12,000 രൂപയാ ജീവനാംശം എന്ന് പറഞ്ഞ് മനുഷ്യൻ കൊടുത്തോണ്ടിരിക്കുന്നത്. ആഹാ ഇച്ചായനും നമ്മളെല്ലാരും കൂടെ ചേട്ടായുടെ ജീവിതം കുളമാക്കിയെന്ന്. അങ്ങനെ പറഞ്ഞാലും അളിയ ഞാൻ അളിയനെ ഉദ്ദേശിച്ചല്ല. ചില സമയത്ത് പ്രതികരിക്കാതിരിക്കുന്നതിലും ദോഷമാണ് അളിയൻ ഇങ്ങനെ അണ്ണാക്കി പിരിവെട്ടി പോലെ നിൽക്കുന്നത്. എന്നാണ് അളിയൻ പറഞ്ഞിട്ട് പോയത്? അവനെ രണ്ടാമത് കെട്ടിച്ചിട്ട് കൊണ്ട് വലിയ കാര്യമുണ്ട്. ആ പെണ്ണ് കയ്യും കാലും കാണിച്ചപ്പോ അവൻ ഇറങ്ങിപ്പോയ കണ്ടില്ലേ, തനി പെങ്കോൻ തന്നെ. അയ്യോ മോനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ, മക്കള് കഴിക്കും. അരി വിളമ്പിച്ചിട്ടുണ്ടോ? നോക്കാം ബാ. ഇതെന്നാ പുതുപ്പെണ്ണ പെരപ്പുറത്ത്? മഴ പെയ്തപ്പോഴേ കരിയില മൊത്തം വന്ന് അടഞ്ഞു, അപ്പൊ അതെല്ലാം ക്ലീൻ ചെയ്യുമായിരുന്നു. ആ ഇതൊക്കെ എന്നും കണ്ടാ മതിയായിരുന്നു. ആ ബിച്ചാച്ചാ ആദ്യത്തോളം തന്നെയായിരുന്നു നല്ലത്. ഇവക്ക് തീരെ ബഹുമാനം കേട്ടോ. ഓ ഇവിടെ വന്നോളും നിന്നോളും പോയോളൊക്കെ കണക്കാ. ഏതാണ്ടൊക്കെ പെരപ്പുറത്ത് കയറി ചെയ്യുന്നുണ്ട്. ഞാനത് നോക്കാനൊന്നും പോകാറില്ല. ഇവിടെ ഇത് ചെയ്യാൻ നീ മാത്രമേ ഉള്ളോ? വേറെ ആരും ഇല്ലേ? ഓ ഈ പെയ്ത്ത് വെള്ളം കുറച്ച് കയറി ഇരിക്കണത് കളയാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത കൂലിക്ക് ആളെ കൊടുക്കണം. എന്നാ ഈ മാസത്തെ കൊപ്രാടയും ഇതിൻ്റെ വില ലിസ്റ്റും കണക്കും പൈസ നോക്കി വെച്ചോ. ഓ എൻ്റെ പൊന്നാങ്ങളെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തിനീ നമ്മൾ തമ്മിൽ ഈ കണക്ക് പറച്ചില്? അതൊന്നും എനിക്കറിയണ്ട. നിൻ്റെ പിള്ളേക്ക് നോക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു, ഞാൻ നോക്കുന്നു. കണക്കായിട്ടിരിക്കണം. അവിടെ പൊന്നാങ്ങളെയും പെങ്ങളൊന്നുമില്ല. ബഹുമാനിക്കാനൊന്ന് പറഞ്ഞുതരും കേട്ടോ. ഇപ്പത്തെ കാലത്തെ പിള്ളേരല്ലേ, ഞാൻ തങ്കത്തിലും താളത്തിലൊക്കെ പറഞ്ഞേക്കാം. കഴിച്ചു പോയാൽ മതി കേട്ടോ. ആ എന്നാ അമ്മ ഇവിടെ നിൽക്കുന്നേ? ആ എൻ്റെ നേരാങ്ങളെന്ന് പറയുന്നത് ഇവിടുത്തെ അപ്പൻ്റെ സ്ഥാനമാണ്. പിള്ളേരുടെ അപ്പൻ അങ്ങ് പോയപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ നേരാങ്ങളെയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് ബഹുമാനിച്ചാൽ കൊള്ളാം. അല്ല അമ്മ അവിടെ ഇരുന്നോണ്ട് എങ്ങനെ എഴുന്നേറ്റ് ബഹുമാനം കാണിക്കുന്നേ? ഈ മൂത്ത ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, ആദ്യത്തെ പൊറുതിക്കാരുത്തി, അവൾ ഒരു കാര്യം നോക്കത്തില്ല. നേരാങ്ങളയ്ക്ക് ഒരു ബഹുമാനവും കൊടുക്കത്തില്ല. കൊച്ചങ്ങനെ ചെയ്യില്ല കേട്ടോ. സത്യത്തിൽ ആദ്യ ഭാര്യയ്ക്ക് എന്തായിരുന്നു അമ്മേ പ്രശ്നം? ഇത് മോളോട് ഒരു ദിവസം പറയണമെന്ന് ഞാൻ ഇങ്ങനെ ഓർത്തിരുന്നതാ. ഒരു സാഹചര്യം വരെ പറയാമെന്ന് വിചാരിച്ച്. അവള് മോളെപ്പോലെ ഒന്നുമല്ല, മോളി കണ്ടും അറിഞ്ഞും ചെയ്യുന്ന പോലെ ഒരു പണി ഇവിടെ ചെയ്യില്ല. ഞാൻ ഇങ്ങനെ പുറകെ നടക്കണം, ചെയ്യെന്ന് പറഞ്ഞു. ഓ തൊണ്ടയിലെ വെള്ളം പറ്റും അതിൻ്റെ പുറകെ നടന്ന്. എനിക്ക് ഇച്ചിരി ഷുഗറും പ്രഷറും ഒക്കെ കൂടുതലാണ്. എന്നാ അമ്മേ മരുന്ന് മേടിക്കാൻ ഇനി ഇച്ചിരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞൊരു കാക്കാശ ആ പെണ്ണ് തന്നിട്ടില്ല. അയ്യോ ഈ അയലക്കത്തും അവിടെ എവിടെയും പോയി കുറ്റം പറച്ചിൽ തന്നെ കുറ്റം പറച്ചിൽ. അയ്യോ പോയത് സമാധാനം. ചേച്ചി ഒരു ദിവസം ഞങ്ങളുടെ ബാത്റൂമിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ ബാത്റൂമിൽ യൂസ് ചെയ്തു. ഉടനെ അവരുടെ പ്രൈവസി കളഞ്ഞെന്നും പറഞ്ഞു എന്നോ ബഹളമായിരുന്നറിയോ. എന്നെ മോശം ചേച്ചി ഇത്. ബാക്കിയത് ഇങ്ങനെ പറയും. ചേ പറഞ്ഞു കൂടി പറ നമ്മളെ പറ്റി പറഞ്ഞു. അത് ചേച്ചി നാട്ടുകാർ പറയുന്നത് ഇവിടെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, വീട്ടുകാരായിട്ട് ഇങ്ങനെയാണോ പറയണ്ടേ? ചേച്ചി അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങേറെ വീട്ടുകാരായിട്ട് അടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു, ഇങ്ങനെ ജോലിയും കൂടി ഇല്ലാത്തതുകൊണ്ട് എൻ്റെ വീട്ടുകാരുടെ ആശ്രയത്തിൽ നിൽക്കുകയെന്നാണ് ഇവർ ഈ നാട്ടുകാരോട് മൊത്തം പറഞ്ഞു നടക്കുന്നത്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യം നമ്മുടെ ഇതിൻ്റെ അകത്തല്ലേ നിൽക്കേണ്ടത്. ഈ നാട്ടുകാരോട് മൊത്തം പറഞ്ഞു നടക്കുന്നത് എൻ്റെ മോശമാണ് ചേച്ചി. ഇമാതിരി സ്വഭാവമാണ് പുള്ളിക്കാരിക്ക്. ഓഹ് എൻ്റെ പൊന്നോ ചേട്ടാ രക്ഷപ്പെട്ടതാ.
Chess number ആ 4. കല്യാണാലോചന വന്നപ്പോഴേ ഞാൻ ആ കൊച്ചുകൊച്ചിനോട് പറഞ്ഞ ഈ കല്യാണാലോചന നമുക്ക് വേണ്ട, കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വീട്ടിൽ നിന്ന് വന്ന പെങ്കൊച്ച. അവൾക്ക് വന്ന് കയറിയപ്പോഴേ ഇവിടെയുള്ള സ്വത്ത് വിവരങ്ങൾ അറിയണം, ഞാൻ എന്തിനാ ഇവിടെ വന്നു പോകുന്നതെന്ന് അറിയണം. അതൊക്കെ ശരിയാണോ? അവനോട് ഞാൻ പറഞ്ഞാ വേണ്ടാന്ന്. അവനെന്താ പെണ്ണിനെ കണ്ടങ്ങ് ഇഷ്ടപ്പെട്ട് പിന്നെ അവൻ അതിനെ മതി. ഈ കണക്കൊന്നും അങ്ങനെ കാരണന്മാരോട് ചോദിക്കാൻ പാടില്ല. വീട്ടിലെ പെമ്പിള്ളാരാണോ ഇതൊക്കെ ചെയ്യുന്നത്? ആണോ? ആണോ? കൊച്ചിൻ്റെ വീട്ടിൽ ഇങ്ങനെയാണോ? ഇവിടെ താൻ എന്താ ആലോചിക്കുന്നത്? ആ വേറെ ഒന്നുമല്ല, മാർട്ടിന്റെ ആദ്യത്തെ ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നല്ലേ? താൻ എന്താ ഇപ്പം അതൊക്കെ പറയുന്നത്? അല്ല, വീട്ടിൽ നിന്ന് ഓരോരുത്തർ ഓരോന്നൊക്കെ പറഞ്ഞു കേട്ടു. താൻ ഒന്നും മൈൻഡ് ചെയ്യണ്ടെന്നേ. പിന്നെ എനിക്ക് എൻ്റെ ഓഫീസിൻ്റെ അടുത്തൊരു വീടെടുത്ത് നമുക്ക് അങ്ങോട്ട് മാറിയാലോ എന്നൊരു പ്ലാൻ ഉണ്ട്. അതാകുമ്പോൾ ഈ യാത്ര ഒഴിവാക്കായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ദിവസമുള്ള. അതൊന്നും വേണ്ട. ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞ് മാർട്ടിനെയും കൊണ്ട് ഞാൻ മാറി താമസിച്ചെന്ന് നാട്ടുകാർ പറയും. അറിയാത്ത പിള്ളേർ ചെറിയുമ്പോൾ അറിയും. എന്താ പറഞ്ഞേ? അല്ല, നമുക്ക് ഹണിമൂൺ പോകണ്ടേ? ആ സ്ഥലം തീരുമാനിച്ചു. സ്ഥലം കൊടൈക്കനാൽ പോയാലോ? ഇത് നമ്മുടെ പറമ്പാട്ടോ. വല്യപ്പാപ്പയാണ് നോക്കുന്നേ. വേണ്ടൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആ വഴിക്കൊന്നും നോക്കാറില്ല. അപ്പാപ്പി എന്തെങ്കിലുമൊക്കെ ചെയ്തോളൂ. ചേച്ചിക്ക് ഇതിനെപ്പറ്റി വലിയ അറിയൊന്നും വേണ്ടല്ലേ? ഓ, മറ്റേ പുള്ളിക്കാരുണ്ടല്ലോ, ചേട്ടായുടെ ആദ്യത്തെ പുള്ളിക്കാരി, അവർക്കെല്ലാം അറിയണം. എന്തു വേണം. ചേച്ചി തന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഉണ്ടല്ലോ ചേച്ചിയുടെ മറ്റേ ആദ്യത്തെ എന്നായിരുന്നു പ്രശ്നം? അത് പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ അങ്ങനെ ഊർജിച്ച്. എന്നാലും മെയിൻ പ്രശ്നം എന്നായിരുന്നു? മെയിൻ പ്രശ്നം എൻ്റെ ഭർത്താവിന് എന്നോട് ഭയങ്കര സ്നേഹം. അമ്മായിപ്പനും അമ്മായിപ്പിക്കാണോ അതിൻ്റെ അപ്പുറത്തെ സ്നേഹം. പിന്നെ നാത്തുമാർക്കാണെങ്കിൽ എൻ്റെ പൊന്നോ ഭയങ്കര സ്നേഹം. അങ്ങനെ ഭയങ്കര സ്നേഹം കൂടി എനിക്ക് ഭയങ്കര വീർപ്പുമുട്ടലായ കുടുംബത്ത്. അതുകൊണ്ടാണ് ഡിവോഴ്സ് ആയത്. ഇങ്ങനെയൊക്കെ ഡിവോഴ്സ് കിട്ടും? പക്ഷേ എടാ AC ഇച്ചിരി കൂട്ടിയിട്ടേടാ, പിന്നെ ചൂടാ. പുറകു വരുമൊന്നും എത്തുന്നേ. ഞങ്ങൾ അടുത്ത ആഴ്ച ഇവിടെ ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം എന്നെ ആശുപത്രി കൊണ്ടുപോകണ ആരാ? അതിന് അളിയനില്ലേ? പെങ്ങളും ഉണ്ടല്ലോ, അവരും കൊണ്ടുപോയിക്കോളും. അല്ല, നിങ്ങൾ എങ്ങോട്ട് പോവാ? ഹണിമൂൺ. എന്നാ ഹണിമൂണ്? ഒന്ന് പോയതല്ലേ? എപ്പോഴെപ്പോഴും ഹണിമൂൺ എന്ന് പറഞ്ഞ് പോണത്? ഇല്ല, പോകുന്നില്ല. ഇല്ല, പോകുന്നില്ല. ചുമ്മാ പണി. എന്നെ ഈ പെട്രോളിനൊക്കെ എന്നാ വിലയല്ലേ ഇപ്പോൾ? അതെ തന്നെ, ഒടുക്കത്തെ വിലയാ. അതെ അതെ. അല്ല ചേട്ടാ, ഈ EV ഇല്ലേ, ഇലക്ട്രിക് സ്കൂട്ടർ, അതിനെപ്പറ്റി എന്നാ അഭിപ്രായം? നല്ല, പൊല്യൂഷനും ഇല്ല. എന്നാലേ പറഞ്ഞ് മേടിച്ചാലോ? മേടിച്ചു. അല്ല ചേട്ടായി എന്നാ ലോൺ എന്നാ ചേച്ചി? എന്താ? ഞാനും ചേട്ടായും കൂടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇച്ചിരി പ്രൈവസി ഇതാ. എപ്പോഴും നിങ്ങൾ ഭാര്യയും ഭർത്താനും കൂടെ സംസാരിച്ചാൽ മതിയോ? സോറി, ചുമ്മാ ഒരു മാനേഴ്സ് കേട്ടാ. നമ്മുടെ കാര്യം എങ്ങനെ ചേച്ചി? മേടിക്ക സെറ്റല്ലേ? ആ, താങ്ക് യു ചേട്ടായി. ഇപ്പോൾ മാർക്കറ്റൊക്കെ ഭയങ്കര ഇടിവാണ്. പിന്നെ നമ്മുടെ ഈ എക്സ്പീരിയൻസും സ്വാധീനമൊക്കെ വെച്ചിട്ടാണ് ഇത്രയും പൈസ തന്നെ കിട്ടും. അത് മാത്രമല്ല പറമ്പ് വെറുതെ ഇറന്ന് പോകണ്ടല്ലോ. കണ്ടവരൊക്കെ കയറി ഇറങ്ങി പറമ്പിലെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ടാണ് കേട്ടാ. കൊച്ചെ ഇങ്ങനെ വെച്ചേക്കടി, കഴിച്ചേച്ച് പോയാൽ മതി കേട്ടോ. അല്ല, ഈ എണ്ണയ്ക്കൊക്കെ വില കൂടിയെന്ന് പത്രത്തിലുണ്ടായിരുന്നു. അപ്പൊ കൊപ്രയ്ക്കും വില കിട്ടത്തില്ലേ? ഇത് ബിച്ചാസിന് ഇനി ആരെങ്കിലും പറ്റിക്കുന്നതാണോ? അതിനർത്ഥം ഞാൻ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കേൾക്കുന്നുണ്ടോ? അയ്യോ എൻ്റെ നേരങ്ങളെ എനിക്കൊന്നും അറിയാൻ മേല. എന്തെങ്കിലും വിഡ്ഢിദോഷം പറഞ്ഞ അങ്ങളെ കഴിച്ചിട്ട് പോവാങ്ങളെ. അങ്ങളെ അതെ, ഈ വൗലോകിന് ആരുടെ ഓച്ചാരം വേണ്ട. ഇവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് സഹായിക്കാൻ നിന്നാ ഈ കണ്ട കൂറെ പറമ്പിലെ കൊതുമ്പ് ഇട്ടിട്ട് വേണ്ട ഞങ്ങൾക്ക് ജീവിക്കാൻ. എൻ്റെ കൊച്ചങ്ങ് അമേരിക്കയിൽ പോയി കണ്ട് കാശുണ്ടാക്കുന്നുണ്ട്.
ഇറക്ക, നീ ഓഫീസ് പണിയൊക്കെ നിർത്തിയിട്ടേ പറമ്പിലോട്ട് ഇറങ്ങ, നീ വിവരം അറിയും. ആങ്ങളെ കേറി വാ, ആങ്ങളെ എന്തേലും കഴിച്ചിട്ട് പോവാ ആങ്ങളെ. ബിച്ചാസ് നമ്മൾ പറ്റിച്ചെന്നല്ല ഞാൻ പറഞ്ഞത്. എന്റെ കൂടെ പറഞ്ഞ മനസ്സ് വിഷമിച്ചാ പോയത്. ഇവിടെ ആരും അങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല. ഇടയ്ക്ക് നീ പറഞ്ഞു കൊടുക്കണ, രണ്ടാം പുറത്തേക്ക് വന്നോളും മര്യാദയ്ക്ക് നീക്കാൻ പറയണം കേട്ടല്ലോ. എടി നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു? ഞങ്ങളാരും അമ്മാവനോട് ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. നിനക്ക് എന്തെങ്കിലും ഉണ്ട് എന്നോട് പറഞ്ഞാൽ പോരെ? നീ എന്തിനാ അങ്ങേരോട് എന്ന് ചോദിച്ചേ? ഞാൻ പോവാ. എങ്ങോട്ട്? എന്നാ നോക്കുന്നേ? അവനകത്തുണ്ട്. ഈ രണ്ടാം കല്യാണം എന്ന് പറഞ്ഞ് കേട്ടോണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ കിടക്കപ്പുറത്ത് തരത്തില്ല. എൻ്റെ നേരാങ്ങളേനെ ഓരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദേശത്തിന് ഞാൻ അങ്ങ് വായി തോന്നിയതങ്ങ് പറഞ്ഞു. അതിന് ആ പെണ്ണ് പെട്ടി കിടക്കെടുത്ത് അതിൻ്റെ വീട്ടിലോട്ട് പോയി. ഞാൻ ഇനി അതിൻ്റെ പുറകെ ചെല്ലാനായിട്ടോ കോംപ്രമൈസ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല. ഇപ്പം വർഷം എനിക്ക് അവനെ വേറെ കെട്ടിക്കാൻ പറ്റുമോ? കൊച്ചാൻ എന്നെ ഒന്നും മിണ്ടായിരിക്കുന്നേ. ആദ്യത്തെ പെണ്ണിനും ഇത് തന്നെ അല്ലായിരുന്നു പ്രശ്നം. നീ ഈ ചരിത്രം അങ്ങ് ആവർത്തിക്കുക, അത്ര തന്നെ. ഇതിയാനോടൊക്കെ അഭിപ്രായം പറയാൻ എന്നെ പറഞ്ഞാൽ മതി. നീ എന്താ ഫോൺ എടുക്കാത്തേ? ഇതേ ഞാൻ അങ്ങോട്ട് വരുവാ. ഞാനിന്ന് ഒരുങ്ങിക്കാം. ഇത് കണ്ടോ, ഈ ആൻറ്റി അയക്കുന്ന ഈ മെസ്സേജ് ഇല്ലേ, ഇത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്താൽ മതി. അതാകുമ്പോൾ അമ്മയ്ക്ക് ടൈപ്പ് ചെയ്യണ്ട. ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ അയക്കാം. ഇതാ എളുപ്പം. അമ്മേ, ഇന്ന് ഉച്ചയ്ക്ക് ചോറില്ല കേട്ടോ. അല്ല, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കിയേ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളതല്ലേ ബിരിയാണി? അത് കൊള്ളാലോ. ഇപ്പൊ വന്ന നാത്തൂന് അമ്മയുടെ മനസ്സറിഞ്ഞ് എല്ലാം ചെയ്യാനൊക്കെ അറിയാം. അമ്മയുടെ ഇഷ്ടം മാത്രമല്ല, ഇപ്പൊ നാത്തൂന്റെ ഇഷ്ടം അറിയാം. എനിക്ക് എല്ലാവരുടെ ഇഷ്ടം അറിയാം. ഇപ്പൊ ബിരിയാണി കേട്ടു. നാത്തൂന്റെ വകയെന്ന് ബിരിയാണിയാ. ഒരു ഡോസ് കൊടുത്താൽ മതി. ഇതൊക്കെ വലിയ വരും. ഇത് വായിക്കരുതിയുള്ളതിൽ കഴിക്കാം. പുഴുവാ. ആഹാ അമ്മേ, എനിക്കൂടെ വെച്ചാക്കണം കേട്ടോ. തരാളാ. നീ ഏതാ അമ്മ പറിക്കണ്ടേ? ചെനച്ച നോക്കി അങ്ങ് പറിക്കേ. ഏതാ ചെനച്ച്? എനിക്കറിയില്ല. ഇത്രയും കാള പോലെ നീ വളർന്നല്ലോടെ. നിനക്ക് അതിട്ട് ചെനച്ച മാങ്ങ നോക്കി പറിക്കാൻ ഞാൻ ഇനി തള്ള പറഞ്ഞു തന്നെ. ഇത് മൊത്തം പുഴുവാ. അമ്മേ, ആ പുഴയോരത്തൊരു 50 സെന്റ് ഇല്ലേ, അത് പാരാ നോക്കുന്നേ? തുടങ്ങി സ്ഥലക്കച്ചവടത്തിന്. ആ പുഴയുടെ തീരത്ത് ഉള്ള സ്ഥലമൊന്നും ആരെ കൊണ്ട് പറ്റും അവിടെയൊക്കെ പോയി നോക്കാം. അതിനാണ് വിലയില്ല, ഒന്നുമില്ല. ഞാൻ പിന്നെ ചേട്ടായുടെ പേർക്ക് എഴുതി. സെന്റിനാണ്ട് 20-25 കിട്ടുമെന്നാ പറഞ്ഞേ. സ്ഥലത്തിന് വിലയില്ലെന്നേ, അതുകൊണ്ടൊരു 20-25 രൂപ കിട്ടുമായിരിക്കും. എന്നാ 25,000 അല്ല സെന്റ്. ഇപ്പം അമ്മാവനെ ഒരു സെന്റിന് 3.5 ലക്ഷം രൂപയാണ് അവിടെ ചോദിക്കുന്നത്. 3.5 ലക്ഷം രൂപയോ? അത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞല്ലല്ലോടാ എൻ്റെ അടുത്ത് എഴുതിച്ചത്. എന്നെ വായി നോക്കിക്കോ, വണ്ടി എടുക്കടാ. എടോ തന്നെയൊക്കെ ഞാൻ പൊന്നാങ്ങളെ ഞാൻ തികച്ചു വിളിച്ചിട്ടുണ്ടോ? അയാള് എന്റെ കെട്ടിയോൻ ചത്തപ്പോ തൊട്ട് എല്ലാം കണക്ക് കേൾപ്പിച്ച് എല്ലാം കാര്യം മനയായിട്ട് നോക്കിക്കൊള്ളുന്നു. താൻ എന്നെ ഊറ്റുമല്ലായിരുന്നു താനൊക്കെ എന്നെ. നിന്റെയൊക്കെ പിടിപ്പുകേടുകൊണ്ട് അങ്ങനെ ഈ വീട്ടിൽ കയറി ഇറങ്ങിയത്. ഇനി മേലെ കുടുംബത്തിൽ കയറി പോരുത് കേട്ടല്ലോ. തന്റെ ഒരു കണക്കും വേണ്ട, ഒന്നും വേണ്ട. 25,000 ഗുണവേ ഉള്ളെന്നൊരു സ്ഥലത്തിന് എന്നിട്ട് 3-3 ലക്ഷം രൂപ. എന്റെ പരിസരത്തെങ്ങാനും കയറിയിട്ടുണ്ടല്ലോ, നമുക്കിനി കോടതി വെച്ച് കാണാം കേട്ടല്ലോ. എന്റെ പരിസരത്ത് നാം കയറി പോരുത് കേട്ടല്ലോ. പിന്നെ അവന്റെ 25,000 രൂപ. അമ്മേ, പോട്ടെ, ഇപ്പോഴെങ്കിലും നമ്മൾ അറിഞ്ഞല്ലോ. അമ്മേ, അതങ്ങ് വിട്ടുകള. ആരെയും ഇന്ന് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. ഒരാൾ നമ്മളെ കുറേ കാലം മുതലെടുത്തു എന്ന് പറഞ്ഞ് എല്ലാം അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും കണക്ക് നോക്കാനും ഒന്നും സമയമില്ലല്ലോ അമ്മേ. മരിയേയും അളിയനും കൂടി നോക്കട്ടെ, അതല്ലേ നല്ലത്? കുന്നേപ്പറമ്പിൽ നമുക്കൊരു വീടില്ലേ, അവിടെ ഇവർ രണ്ടുപേരും താമസിക്കട്ടെ. അത് നല്ലൊരു തീരുമാനമാ. ഞാൻ അത്ര അങ്ങ് ചിന്തിച്ചില്ല.
അമ്മ ഞങ്ങൾ പോവാട്ടോ. ഞാൻ അമ്മേനെ ഒരുപാട് മിസ് ചെയ്യും. പോവാണ്ട് പറ്റില്ലല്ലോ. പിന്നെ നമ്മുടെ പൊന്നാങ്ങളെ പോലെ ഒന്നല്ല, ഞങ്ങളുടെ കണക്കൊക്കെ കൃത്യമായിരിക്കും അല്ലോ അച്ഛാ. ആ കല്യാണം കഴിച്ചിട്ടുണ്ട് കേട്ടോ പറ്റമ്മ അച്ചാ പോവാണേ ചേട്ടാ നാത്തൂനി ചേട്ടാ. അളിയാ എടാ താൻ കൊള്ളാം കേട്ടോ. എൻ്റെ അമ്മേനെ ഒതുക്കി പോരാഞ്ഞിട്ട് എൻ്റെ പെങ്ങളെ അളിയനെയും വേറൊരു വഴിക്കാക്കി. ഏതും പോരാത്ത അമ്മാവൻ അങ്ങേരെ വേറൊരു വഴിക്കാക്കി. അന്ന് മാർട്ടിന്റെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ കരഞ്ഞോണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് വീട്ടിൽ പോയിരുന്ന് കരയാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ വീടിനെ കുറിച്ച് A to Z പഠിക്കാൻ പോയതാ. എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ വീടിന്റെ പ്രശ്നം പഠിക്കണമെങ്കിൽ നിങ്ങളുടെ വീടിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് എനിക്ക് അറിയണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ എക്സ് വൈഫിനെ കാണാൻ പോയതാ. ആര് മെറിനെയോ? ആ അമ്മാവൻ എന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ, അയാളാണ് ആ വീട്ടിലെ ഏറ്റവും വലിയ പാഷാണത്തെ കൃമി. ഇങ്ങനെയാണെങ്കിൽ ആ തള്ളെ പറ്റിച്ചിട്ട് സ്വത്ത് മുഴുവൻ കൊണ്ടുപോവാ. അത് ഞാൻ ചോദിച്ചപ്പം ഞാൻ സ്വത്ത് ചോദിക്കുന്ന ആളായി. നാത്തൂനും അളിയനും എന്തിനാ വീട്ടിൽ വന്ന് നിൽക്കുന്നത്? ഒരു ദിവസമേ മിറ്റ പഠിക്കാമെന്ന് അവന്റെ പെങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കിനും അവൾ ചാടി അവരെ ചങ്ങിയിട്ടൊരു ചവിട്ട്. അങ്ങനെ രണ്ടെണ്ണത്തെയും കൂടെ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. ഇതുവല്ല അറിയാവോ? അവിടുത്തെ തള്ള ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന പൈസ മൊത്തം അവരുടെ കൈ കൊണ്ട് കൊടുക്കണം. എന്തിന്? രാവിലെ എണീറ്റ് എല്ലാ പണിയും ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ടും അവർക്ക് പറ്റത്തില്ല. ഒരു ദിവസം അവധി കിട്ടി വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് നടു നിവർത്താൻ പോലും ആ തള്ള സമ്മതിക്കത്തില്ല. പണിയെടുത്ത് ഞാൻ മോടുത്ത് ആരെയും കിടന്ന് വിളിക്കുന്നത്? ഫോൺ എടുക്ക്. ഹലോ. എന്തായാലും കൊള്ളാം. അതെ, നമ്മുടെ അന്ന് മുടങ്ങിപ്പോയ ഹണിമൂണിന് പോയാലോ? വാ പോയേക്കാം. അതിനെന്താ വാ. ഞങ്ങൾ ആരംഭിക്കുന്നു, നിങ്ങൾ അനുഭവിച്ചാൽ. ചേട്ടായുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയല്ലേ എന്നെ പോയോ? അതല്ലേ? അയ്യോ നിങ്ങളെ അല്ല. അയ്യോ ബെങ്കോന്നെന്ന് പറഞ്ഞു. എന്താണത്? ഒന്നുമില്ലാത്ത വീട്ടിൽ ഞാൻ വന്നത്. രൂപയാ മറ്റോടെ അക്കൗണ്ടിലോട്ട് കൊണ്ടുപോയി. ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. എടാ ഒന്നുകൂടെ എടോ. സോറി. എങ്ങനെ 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 പാട്ടണോ? അവളെ എന്തിനാ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയെന്നറി അവളെ അടി ഒരു അവന്റെ അവളുടെ ചങ്കരിട്ട മരിച്ചു, ചത്തു വീണു. ഞാൻ മരിച്ചില്ല. വീണോ? തലടിച്ചോ?